ആ മീറ്റിംഗ് കൂടിയിട്ട് അവരോട് ഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മേപ്പാടിയുടെയും വയനാടിൻ്റെയും സാഹചര്യങ്ങളൊക്കെ നന്നായി അറിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് തന്നെ ഞാൻ ഇതിൻ്റെ ഗൗരവം അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മണ്ണ് നന്നായിട്ട് കൂട്ടിയിട്ടു. അത് കൊങ്കൺ റെയിൽവേ അധികൃതരോട് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി നമ്മൾ സൂചിച്ചിട്ടുണ്ട്, അതിൻ്റെ അപകട സാധ്യതയൊക്കെ. ജൂൺ 10 ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഇതിനൊരു മീറ്റിംഗ് വിളിച്ചു, കൊങ്കൺ റെയിൽവേ അധികൃതരെയും PWD ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ. ആ മീറ്റിങ്ങിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൈറ്റ് പോയി പരിശോധിക്കാൻ വേണ്ടി ചോദിച്ചു. PWD നിങ്ങൾ ആലോചിക്കണം, ഒരു PWD സെക്രട്ടറി ഡോക്ടർ അദീല IASനെയും വിനോദ് IASനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും അങ്ങോട്ട് അയച്ചു. ഓൺലൈൻ മീറ്റിംഗ് കൂടിയപ്പം വയനാട് കളക്ടറും കോഴിക്കോട് കളക്ടറും ആദ്യത്തെ മീറ്റിങ്ങിലുണ്ടായിരുന്നു. സൈറ്റ് പോയി പരിശോധിച്ചപ്പോൾ ഇവർ റിപ്പോർട്ട് തന്നു, അതൊരു അപകടകരമായ അവസ്ഥയിലാണ് ആ മണ്ണ് കൂട്ടിയിട്ടുള്ളത്, അതൊന്നുകിൽ അവിടെ നീക്കം ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 1 വീണ്ടും മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗ് കൂടിയിട്ട് അവരോട് ഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മേപ്പാടിയുടെയും വയനാടിൻ്റെയും സാഹചര്യങ്ങളൊക്കെ നന്നായി അറിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് തന്നെ ഞാൻ ഇതിൻ്റെ ഗൗരവം അവരോട് പറഞ്ഞിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേ അധികൃതർ പറയും യാതൊരു പ്രശ്നങ്ങളില്ല, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ടൺ എടുത്തിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴും നമ്മൾ പറയും വയനാടാണ് മേപ്പാടിയാണ് ശ്രദ്ധിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ പിന്നെ വർക്ക് പ്രവൃത്തികളൊന്നും ഇപ്പോൾ ചെയ്യരുത്, മഴക്കാലത്ത് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്ന് അങ്ങനെ കർശന നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് അവിടെ പണി നടക്കാതെ പോയത്. ഇനി എന്താണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പോയി പരിശോധിക്കണം. ഇനിയിപ്പോൾ അവിടെ നിന്നുള്ള തുടർ പ്രവർത്തനങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ റവന്യൂ വകുപ്പും പാരിസ്ഥിതിക വകുപ്പും പൊതുമരാമത്ത് വകുപ്പും എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് വേണം അതിൻ്റെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ. കാരണം അതൊരു വയനാടാണ്, വയനാടിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. അതെ, ഇതൊക്കെ ഇവിടുന്നാണ് കൊടുത്തതാ പാരിസ്ഥിതിക അനുവാദം പറയുന്നത്. ഈ പറയുന്ന നമ്മുടെ സ്റ്റേറ്റും കൊടുത്തു, ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കൊടുത്തു. ഇവിടുത്തെ പാരിസ്ഥിതിക വകുപ്പ് മന്ത്രാലയത്തിൽ നിന്നാണ് അതിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സർക്കാർ പഠിത്തം ഞങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് അതിന് തീരുമാനം സർക്കാർ തലത്തിലുണ്ടാകും. കരാർ കമ്പനി ആവശ്യമില്ല, കരാർ കമ്പനി അവർക്ക് ആ മണ്ണ് അവിടെ ആവശ്യമുണ്ടായിരുന്നു, അവിടെ ആ മണ്ണ് അവർക്ക് തന്നെ ആവശ്യമുണ്ടായിരുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. കൂട്ടിയിട്ട മണ്ണിന് അത് എങ്ങോട്ട് ഒലിച്ചു പോകില്ല, അവർ നെറ്റ് കെട്ടിയിട്ട് നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വയനാട്ടിലാണ് അതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. ഈ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ മഴ വന്നാൽ തന്നെ നമ്മളാരും വിചാരിച്ച മാതിരിയാവില്ല കാര്യങ്ങൾ, അതാണ് ഉള്ളത്.